നമുക്കറിയാം മെസ്സിയെ കാത്ത് നമ്മളിരുന്നു, മെസ്സി വന്നില്ല. പക്ഷെ മെസ്സി വന്നു, ഇന്ത്യയിൽ വന്നു, പക്ഷെ കേരളത്തിൽ വന്നില്ല. മെസ്സി വന്നത് ബാംഗ്ലൂരിൽ വന്നു, മെസ്സി വന്നത് ഹൈദരാബാദിൽ വന്നു, മെസ്സി ബോംബെയിൽ വന്നു, അതുപോലെ തന്നെ ഡൽഹിയിൽ വന്നു, കൽക്കട്ടയിൽ വന്നു, ബാംഗ്ലൂർ വന്നില്ല. ഈ നഗരങ്ങളിൽ വന്നു. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി. കേരളത്തിൽ വരാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് കാലം കഴിയുമ്പോൾ തെളിയുമായിരിക്കും എന്തുകൊണ്ട് മെസ്സി വന്നില്ല എന്നുള്ളത്. മെസ്സിയെ കാത്താണ് ഞങ്ങൾ ഇരുന്നത്, പക്ഷെ മെസ്സി വന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അത് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്കൂൾ സമയത്തിന് ശേഷം വിട്ടുകൊടുക്കുന്നതും ആലോചിക്കണം. ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്പോർട്സ് അനിവാര്യമായി മാറേണ്ടതുണ്ട്. നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഇന്ന് അധ്യാപകരില്ല. നമുക്കറിയാം, പല വിദേശ രാജ്യത്തും സ്പോർട്സ് അധ്യാപകരില്ലെങ്കിൽ അവിടെ സ്കൂളിന് അംഗീകാരം റദ്ദാക്കും. ഫ്രാൻസ്, സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിശ്ചിത അവേഴ്സ് സ്പോർട്സ് സ്കൂൾ ട്രെയിനിങ് കൊടുത്തിരിക്കണം. നമുക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്ന പോലെ, കെമിസ്ട്രി പഠിപ്പിക്കുന്ന പോലെ അവിടെയും ഒരു അധ്യയനമാണ്, അല്ലെങ്കിൽ ഒരു വിഷയമായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ അത് പഠിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. കാരണം ഡ്രഗ്സിനെതിരെയുള്ള ഫൈറ്റിൽ സ്പോർട്സും ആവശ്യമാണ്. അതുകൊണ്ട് ഫുട്ബോളും പഠിപ്പിക്കണം, ക്രിക്കറ്റും പഠിപ്പിക്കണം, മറ്റുള്ള ഗെയിംസും പഠിപ്പിക്കണം, ഈ സബ്ജക്ട് പഠിപ്പിക്കുന്ന പോലെ.